ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ നോക്കാൻ പോകുന്നത് വേരിയേഷൻ തിയറത്തെക്കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. തൊട്ട് മുന്നത്തെ ചാപ്റ്ററിൽ നമ്മൾ നോക്കിയതാണ് ബോൺ ഓപ്പൺഹൈമർ അപ്രോക്സിമേഷൻ. അവിടെ നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷനെ കുറിച്ച് സംസാരിച്ചതാണ്. നമ്മളിനി എന്തിനാണ് ഈ ഷ്രോഡിഞ്ചർ ഇക്വേഷൻസ് ഉപയോഗിക്കുന്നത്? എന്തിനാണ്? അതായത് ഒരു മോളിക്യൂളിൻ്റെ എന്ത് ചെയ്യാം, എനർജി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. എനർജി കാൽക്കുലേഷൻ ദാറ്റ് ഈസ് ഡൺ ബൈ പ്യുവർലി തിയററ്റിക്കലി. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു H2 മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു മീഥേൻ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, നമുക്ക് എന്ത് ചെയ്യാം, തിയററ്റിക്കലി നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് HSI=E ഇക്വേഷൻ വെച്ചിട്ട് നമുക്കതിൻ്റെ എനർജി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ എന്തിനാണ് ഈ എനർജി ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നത്? എനർജി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസും സ്റ്റെബിലിറ്റിയും ഒക്കെ നമുക്കതിൽ അന്ന് മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഈ ഒരു ഇക്വേഷൻ ഇത്രയും പ്രാധാന്യം. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വേരിയേഷൻ തിയറത്തെക്കുറിച്ചിട്ടാണ്. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഇക്വേഷനായി, HSI=E ഇക്വേഷനായി. നമുക്കറിയാം ഇതൊരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് വി വിൽ ഡു സം മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ്. അതാണ് ഈ ഇക്വേഷൻ നോക്കി എന്നാൽ ശ്രദ്ധിച്ചോളൂ. HSI=E നമ്മൾ കാണുന്നുണ്ട് അല്ലേ? ദെൻ മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ഓഫ് ദി ഇക്വേഷൻ ബൈ സൈ സ്റ്റാർ. സൈ സ്റ്റാർ പറയുന്നത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ഓഫ് ഈ ഫംഗ്ഷനാണ്. ആൻഡ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. അത് നോക്കൂ, കണ്ടോ, ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ HSI d2 = ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ E d2. ദാറ്റ് ഈസ് ഇക്വൽ ടു നമ്മൾ ഈ പുറത്തെടുത്തു, കണ്ടോ, ഈ പുറത്തെടുത്തിട്ട് ദാറ്റ് ഈസ് ഈ ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ d2. ഈ d2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഒരു സ്മോൾ എലിമെൻ്റൽ സ്പേസ് ആണ്. സ്മോൾ എലിമെൻ്റൽ സ്പേസ് അതായത് നമ്മൾ ആറ്റം ഒരു ഹോളായിട്ട് നമ്മൾ എടുക്കുന്നില്ല. അതായത് ആറ്റമിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഐ ആം സിറ്റിംഗ് ഇൻ മൈ ഹൗസ്. അപ്പോൾ എൻ്റെ ഹൗസ് ആറ്റം ആണെങ്കിൽ ഞാൻ ഇരിക്കുന്ന റൂം ദാറ്റ് ഈസ് ലൈക്ക് d2. അതായത് എൻ്റെ ഹൗസ് ആറ്റമാണ്, പക്ഷേ ഹൗസിനകത്ത് ഒരു ചെറിയ റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. ആ ചെറിയ റൂം എന്താണ്? റൂം എന്ന് പറയുന്നത് d2 ആണ്. അതായത് സ്മോൾ സ്പേസ്. നമ്മൾ ഹൗസ് മൊത്തമായിട്ട് നമ്മൾ എടുക്കുന്നില്ല, ഈ റൂമിനെ കുറിച്ചിട്ട് മാത്രമേ നമ്മൾ സംസാരിക്കുന്നുള്ളൂ എന്ന രീതിയിൽ. ലൈക്ക് ദാറ്റ് സിമിലർലി ആറ്റം ആസ് എ ഹോൾ നമ്മൾ എടുക്കുന്നില്ല, ആറ്റമിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യുന്നത്. ഇനി നോക്കിയോളൂ. അപ്പോൾ d2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്മോൾ എലിമെൻ്റ് ആണ്. XY Z ആക്സിസ് കൊടുത്തിട്ടുള്ള ഒരു സ്മോൾ എലിമെൻ്റ് ആണ്. സ്മോൾ റീജിയൻ ഓഫ് സ്പേസ് വേണമെങ്കിൽ നമുക്ക് പറയാം. ആറ്റത്തിൻ്റെ അകത്ത് തന്നെ ഒരു സ്മോൾ റീജിയൻ ഓഫ് സ്പേസ് എന്ന് നമുക്ക് പറയാം d2. ദെൻ ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ HSI d2 ഡിവൈഡ് ബൈ ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ d2. കണ്ടോ, ആ ഇക്വേഷൻ ഒരു ഫോമായി. അതായത് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ ഇക്വേഷൻസിനെ ഒന്ന് നമ്മൾ എന്ത് ചെയ്തു, ഒന്ന് റീഅറേഞ്ച്മെൻറ്റ് ചെയ്തു. ഇനി അടുത്ത് പറയുന്നത് ഇഫ് സൈ ഈസ് എ നോർമലൈസ്ഡ് വേവ് ഫംഗ്ഷൻ ദെൻ ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ d2 = 1 ആണ് പറയുന്നത്. ഇവിടെ നോർമലൈസേഷൻ പറയുന്നുണ്ട്. ഈ നോർമലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഇലക്ട്രോൺ ആറ്റത്തിൻ്റെ അകത്ത് കാണാനുള്ള സാധ്യത 100% ആണ് എന്നർത്ഥത്തിലാണ് പറയുന്നത്. അതാണ് ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ d2 = 1. ആ 1ൻ്റെ പ്രാധാന്യം അതാണ്. 1 എന്ന് പറഞ്ഞാൽ അവിടെ ദാറ്റ് ഈസ് 100% ഉണ്ട് എന്നർത്ഥത്തിലാണ്. ഇനിയിപ്പോൾ അവിടെ 0 ആണെങ്കിലോ ഇലക്ട്രോൺ കാണാനുള്ള സാധ്യത ശൂന്യം അല്ലെങ്കിൽ 0 ആണ്. അപ്പോൾ 0 ആയിട്ടുള്ളൊരു എന്താണ് ഇലക്ട്രോൺ കാണാൻ സാധ്യത ഇല്ലാത്തൊരു സംഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമ്മളെപ്പോഴും ഇലക്ട്രോൺ കാണാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ d2 = 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. 1 എന്ന് പറയുന്നത് ഇലക്ട്രോൺ അവിടെ കാണാൻ സാധ്യത 100% ഉറപ്പുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായിരിക്കും? അബവ് ഇക്വേഷൻ എങ്ങനെയായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു ഇൻറ്റഗ്രൽ സൈ സ്റ്റാർ HSI d2. അപ്പോൾ നമുക്ക് എനർജീൻ്റെ ഒരു ഇക്വേഷനായി. ഇനിയിപ്പോൾ ഇതിൽ കണ്ടുപിടിക്കാനുള്ളത് സൈ ആണ്, വേവ് ഫംഗ്ഷൻ. എക്സാക്ട്ലി നമുക്കൊരു വേവ് ഫംഗ്ഷൻ നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിൻ്റെ പകരമായിട്ട് നമ്മൾ കുറേ ട്രയൽ വേവ് ഫംഗ്ഷൻസ് ഉപയോഗിക്കുകയാണ്.
അതാണ് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്നത്. ഉണ്ടോ? ഇൻ്റഗ്രൽ 5*5 d⁴ = 1. കണ്ടോ? ആ സൈനെ മാറ്റിയിട്ട് ഇപ്പോൾ എന്തായി? 5 ആയി. 5 എന്ന് പറഞ്ഞാൽ ട്രയൽ വേവ് ഫംഗ്ഷനാണ്. പിന്നെ ഇത്തരം ഇക്വേഷൻസിന് നമ്മൾ എന്ത് പറയാം? ഈസിക്കൽ ടു ഇൻ്റഗ്രൽ ψ*h d⁴. ഇത്തരം ഇക്വേഷൻസ് ഒരു എയ്ഗൻ ഇക്വേഷനാണ്. എനർജി ഈസ് നോൺ ആസ് എയ്ഗൻ എനർജി വാല്യൂ ആണ്. ഇതിൽ വേവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എയ്ഗൺ വേവ് ഫംഗ്ഷനാണ്. എയ്ഗൺ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് എയ്ഗൺ ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? h⁻= എന്താ അത് തന്നെയാണ് ഒരു എയ്ഗൺ ഇക്വേഷനാണ്. നമുക്ക് പല ഇക്വേഷൻസ് അറിയാം. ലീനിയർ ഇക്വേഷൻ അറിയാം, I = mx + c, സ്ട്രെയിറ്റ് ലൈൻ ഇക്വേഷനാണ്. അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അറിയാം എന്ന് പറയുന്നത് പോലെ ഒരു എയ്ഗൺ ഇക്വേഷനാണ് എന്ത്? h⁻= അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന എനർജി എന്തായിരിക്കും? ഒരു എയ്ഗൺ എനർജി അല്ലെങ്കിൽ എയ്ഗൺ വാല്യൂ ആയിരിക്കാം. അല്ലെങ്കിൽ ഇത് അടങ്ങിയിട്ടുള്ള വേവ് ഫംഗ്ഷൻ എന്താ? അതൊരു എയ്ഗൺ ഫംഗ്ഷനാണ്. ഓക്കെ. ദെൻ നമുക്ക് മനസ്സിലായി എക്സാക്ട്ലി ഒരു വേവ് ഫംഗ്ഷൻ നമുക്ക് എക്സാക്റ്റായിട്ട് കിട്ടാത്തതുകൊണ്ട് നമ്മൾ അതിൻ്റെ പകരമായിട്ട് കുറേ ട്രയൽ ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഈക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നോക്കിയോളൂ, ഈ φ = ഇൻ്റഗ്രൽ 5*h⁵ d⁴. കണ്ടോ? ഇങ്ങനെ സോൾവ് ചെയ്യാം. നമുക്ക് കിട്ടുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ പകരം നമ്മൾ ട്രയൽ ഫങ്ഷനായ φ ഉപയോഗിച്ചു. ഇതിന്നൊരു എനർജി കിട്ടും. ദെൻ നെക്സ്റ്റ് ഈ φ1 അല്ലെങ്കിൽ φ2 = ഇൻ്റഗ്രൽ 2*h⁵2 d⁴. കണ്ടോ? രണ്ടാമത്തെ φ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിലോ മൂന്നാമത്തെ φ വെച്ചും ചെയ്യാം. ഈ φ3 = ഇൻ്റഗ്രൽ 3*h⁵3 d⁴. അതായത് കുറേ നമുക്ക് എന്ത് ചെയ്യാം? ദാറ്റ് ഈസ് ട്രയൽ വേവ് ഫങ്ഷൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് ഓരോ ഫൈനും ഓരോ എനർജി കിട്ടും. അതിൽ ഏറ്റവും മിനിമം എനർജി ഏതാണോ ദാറ്റ് വിൽ ബി ദി എക്സാക്റ്റ് എനർജി, അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജീൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു എനർജി ആയിരിക്കുമെന്നാണ് വേരിയേഷൻ തിയറം പറയുന്നത്. ഞാൻ സെൻറ്റൻസ് നമുക്ക് വായിക്കാം, അപ്പോൾ ക്ലിയർ ആവും. ദാറ്റ് ഈസ് അക്കോർഡിംഗ് ടു വേരിയേഷൻ തിയറം ദി ആവറേജ് ഓർ എക്സ്പെക്റ്റേഷൻ വാല്യൂ, അത് എനർജി വാല്യൂ ആണ് പറഞ്ഞിരിക്കുന്നത്. The average or expectation value of the energy calculated by evaluating the integral E⁵. കണ്ടോ? E⁵ = ഇൻ്റഗ്രൽ 5*h⁵ d⁴ is always greater than or equal to the ground state E₀ of the system. ഈ E₀ of the system എന്ന് പറയുന്നത് ഏതായിരിക്കും? ഏത് ഇക്വേഷനാണ് വരുന്നത്? അത് നമ്മുടെ ഈ ഇക്വേഷനാണ്. h⁻= ഈസിൻ്റെ ഇക്വേഷനാണ് വരുന്നത്. ഇതിൽ വേവ് ഫംഗ്ഷൻ കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ട്രയൽ വേവ് ഫംഗ്ഷൻസ് വെച്ചിട്ട് ഈക്വേഷൻ സോൾവ് ചെയ്യാൻ നോക്കി. അപ്പോൾ ട്രയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് എപ്പോഴും അതിൻ്റെ ട്രയൽ ഫംഗ്ഷൻസിൻ്റെ കിട്ടുന്ന എനർജി വിൽ ബി ഗ്രേറ്റർ ദാൻ ദി ഒറിജിനൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജീനെക്കാട്ടിയും കൂടുതലായിരിക്കും. ഓക്കെ. ഇനി ഇത് നോക്കിയേ. ഇനി യൂസിങ് ദ വേരിയേഷൻ മെത്തേഡ് വി ചൂസ് എ ട്രയൽ വേവ് ഫംഗ്ഷൻ φ1 ആൻഡ് കാൽക്കുലേറ്റ് E⁵1. കണ്ടോ? എനർജി കാൽക്കുലേറ്റ് E⁵1 കിട്ടി. ദെൻ ബൈ ഓൾട്ടറിങ് ദ വേരിയബിൾ കോഎഫിഷ്യൻസ് ഇൻ φ1 വി ചൂസ് അനദർ ട്രയൽ ഫംഗ്ഷൻ φ2. കണ്ടോ? ആൻഡ് ഫൈൻഡ് E⁵2. അപ്പോൾ രണ്ട് എനർജി വാല്യൂ കിട്ടി. ഇതിൽ ഏറ്റവും വലുത് ആരാണ്? ചെറിയ എനർജി ആരാണ്? നമ്മൾ നോക്കൂ. കണ്ടോ? ഇഫ് E⁵2 ഈസ് ഗ്രേറ്റർ ദാൻ E⁵1, it means that φ2 is closer to the true value. അതായത് φ2യുടെ എനർജി വാല്യൂ കുറവാണെങ്കിൽ ഈ 1നെക്കാട്ടും കുറവാണെങ്കിൽ φ2 എന്താണ്? അതായത് ഒറിജിനൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റ് എനർജീൻ്റെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന എനർജി വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എക്സാക്റ്റ് എനർജി വാല്യൂ എത്തിയിട്ടില്ല, എന്തായാലും തൊട്ട് മുകളിലുള്ള ഒരു എനർജിയിലായിട്ട് നമുക്ക് എത്താൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇഫ് E⁵2 ഈസ് ലെസ് ദാൻ E⁵1, അപ്പോൾ E⁵2യുടെ വാല്യൂ കുറവാണ്. ഇറ്റ് മീൻസ് ദാറ്റ് φ2 ഈസ് ക്ലോസർ ടു ദ ട്രൂ വേവ് ഫംഗ്ഷൻ ഓഫ് ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ദാൻ φ1. കണ്ടോ? Then this method may be continued until one meets with the
best trial function for which the variable coefficients are chosen as to minimize the energy. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മിനിമം എനർജിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് എന്താണ്? 5 ആണ് ഏറ്റവും മിനിമം എനർജി 5 കാട്ടിയും. ബട്ട് ദിസ് എനർജി will be greater than or equal to the ground state energy. നിങ്ങളൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റൻസ് ഒന്നുകൂടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.